ഈ ആരോപണം ഉയർന്നപ്പോൾ ഒരു റിട്ടേൺ കംപ്ലൈന്റ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പൊതുരംഗത്തെ ഒരു ധാർമ്മികതയുടെ പേരിൽ പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. തുടർ നടപടികളൊന്നും വേണ്ട എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖകൾ അത് പ്രശ്നത്തിന്റെ ഗൌരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പക്ഷേ ആധികാരികത കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും. ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. പക്ഷെ അതേസമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും വേണം. ഇവിടെ ഇതുവരെയായിട്ട് ആരും ഒരു പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിട്ടില്ല. എന്നാൽ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാം. അത് പൂർണ്ണമായിട്ടും അവരന്വേഷിക്കട്ടെ. പക്ഷെ ഏതായാലും പാർട്ടി ഇക്കാര്യം വളരെ ഗൌരവത്തിൽ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് പാർട്ടി ഒരു നടപടി സ്വീകരിക്കും. ഞങ്ങൾ ഒരിക്കലും ഇപ്പൊ നിലവിൽ നിയമസഭയിലുള്ള ചിലരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ മുകേഷ് രാജിവെച്ചിട്ടില്ല, ശരിയാണ്. പക്ഷെ ഈ ഒരു വിഷയം പുറത്തു വന്ന സാഹചര്യത്തിൽ, ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൌരവമുള്ളതാണ്, ഗൌരവം വർദ്ധിക്കുന്നുണ്ട്. അതനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും. അത് മാതൃകാപരമായിട്ടുള്ള നിലപാടെടുക്കും.